അതെ ഇത് പോരട്ടാ. അമ്മച്ചി ആദ്യം നന്നാരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ലല്ലോ. വെറുതെ പഞ്ചസാര ഉപ്പ് തന്നെ ഉള്ളൂല്ലേ. പറ്റിക്കാൻ നിൽക്കാണ്. അമ്മച്ചീനെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്യം മൊത്തം സാമ്പത്തിക മാന്ദ്യമാണ്. എടാ ഇന്ത്യക്ക് മാത്രമൊന്നല്ല, അമേരിക്കക്ക് അടക്കുന്നുണ്ട് സാമ്പത്തിക മാന്ദ്യം. ഉണ്ട്. ആ പിന്നെന്താണ്? സ്കൂളിൽ പോയവരും അറിയാതുകൊണ്ടാണ്. സ്കൂളിൽ പോയവരൊക്കെ നേതൃത്വത്തിൽ നിന്ന് മാറിയല്ല. ശരി, എന്തിനപ്പൊ ഇനി സ്കൂളിൽ പോണ്? കുട്ടി നീക്ക് ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ടോ? വേറെ ഒരു പണിയില്ല. ഓ സുഖല്ലേ? സുഖായിരിക്കണേ. ഓക്കെ ശരി ശരി. എന്താ പ്രമാണി? ആരാണ് ഇവൻ? അവനെ മനസ്സിലായില്ലേ? ഇവൻ നരേന്ദ്രൻ വലിയ ആളല്ലേ. ഇതാ ഇവന്റെ തുണക്കാരനാണ്. എടാ ചങ്ങായി, ശാരിക നരേന്ദ്രൻ കേട്ടില്ലേ? അല്ലെ നാടക സമിതി ഉള്ളതാ. അതല്ലടാ, അച്ചാറ്. എടാ ശാരിക അച്ചാറില്ലേ, അയാളാണ് ഇതല്ലേ? അതിന്റെ ഓണറാണ്. പക്ഷെ ഇയാൾ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ ഇപ്പൊ. ഇപ്പൊ ഭയങ്കര യാത്രയിലാണ്, വിദേശ യാത്ര, ദുബായ് അവിടെ ഇവിടെ ഒക്കെ പോവും. പക്ഷെ അഹങ്കാരം ഉണ്ടാ പറഞ്ഞിട്ട് പോയത്. അതാക്കിയാവൻ പറഞ്ഞത്. എന്റെ കൂടെ ഈ 8ാം ക്ലാസ് വരെ പഠിച്ചവനാണോ. അന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടാത്ത അന്ന് 2 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരുത്തൻ പനാ അത്ര ഗതിയുടെ ഇരുന്ന് കളിക്കൂട്ടുകാരൻ ആശാന്റെ കണ്ട പത്രാസ് ഉണ്ട്, വരുന്ന പത്രാസ്. ആശാൻ ഈ ചടാല് സൈക്കിള് ഈ മുണ്ട് കുപ്പായി. നമുക്ക് ഇതാ മരത്തൊരു സൈക്കിളിന്റെ മുകളിൽ അച്ചാറും വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇതാ നമ്മുടെ അമ്മച്ചിയുടെ മരത്തെ പീടികയിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു ഇപ്പൊ ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ട് ഇപ്പൊ ഒരു സ്കൂട്ടറൊക്കെ വാങ്ങിയിട്ട് അതിന്റെ മുകളില് ഈ മറ്റേ വീഡിയോകൾക്കൊക്കെ ഈ ചെറിയ കുപ്പി അച്ചാറില്ലേ അത് കൊണ്ട് വിറ്റു തുടങ്ങി. പിന്നെ നോക്കിയപ്പോ കല്യാണങ്ങൾക്കും അങ്ങോട്ടും കൂടെ ഇപ്പൊ എന്താണ് ദുബായിലേക്കും അവിടെ കൂടെ കയറ്റാണ്. ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആയില്ല. അത് ഇവന്റെ കഴിവൊന്നുമല്ല. എന്താ ഇവന്റെ കഴിവത്? പിന്നെന്താണ്? അവന്റെ ഭാര്യയുടെ കഴിവാണ്. അവന്റെ ഭാര്യ ഒറ്റ ഒരുത്തിയാണ് ഇപ്പൊ ഈ കാണുന്ന വളർച്ചയ്ക്ക് എല്ലാം കാരണം. ഇപ്പൊ ഇങ്ങനെ ഉഴപ്പി നടക്കല്ലായിരുന്നോ? ആ ഉഴപ്പിന്റെ ഇടയിൽ അവള് പറഞ്ഞു, ഏട്ടാ ഒരു കാര്യം ചെയ്യും, നിങ്ങള് പോയിട്ട് കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ട് വരി, ഞാൻ അതുകൊണ്ട് കുറച്ച് അച്ചാറിട്ട് തരാം. എന്നിട്ട് ആ അച്ചാറ് നിങ്ങളൊരു 10 ആൾക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ശരിയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ഇതേമാതിരി സൈക്കിളുമ്പോ ചെറിയ രീതിയിൽ പീടികയിൽ കൊടുത്തു. അങ്ങനെ തുടങ്ങിയതാണ് ഈ പരിപാടി. ഇപ്പൊ കണ്ടില്ലേ, പാടർന്ന് പാന്തലിച്ച് വലിയ സെറ്റപ്പാ, പാണം കാറ്. എന്താണ് ആശാനെ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ? നമുക്ക് പൈസക്കാരനവനൊരു ഐഡിയ പറഞ്ഞുതരും. ഒന്നും മിണ്ടായിരടാ കുഞ്ഞൂട്ടാ. പറഞ്ഞോട്ടെന്താണ് എന്തിനാ വെറുതെ ഭ്രാന്ത് കേൾക്കണത്? അജ് പറയടാ. എന്റെ ആശാൻ, നമുക്കിപ്പോ 3 ഭാര്യമാരുണ്ടല്ലോ. അല്ല നമുക്കല്ല, വീട് ഇങ്ങോട്ട് 3 എണ്ണം ഉണ്ടല്ലോ. 3 ഭാര്യമാരെ വെറുതെ ടിവിയും കണ്ടിരിക്കുന്ന കഞ്ഞിയും കറിയും വെച്ചിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു അച്ചാറ് കമ്പനി തുടങ്ങാം. നമുക്ക് പണി മേലും കൈ പണിയില്ല, അവരുണ്ടാക്കി കൊടുത്തോളും. നമ്മ അതെടുത്ത് പീടിയിൽ വിറ്റിട്ട് പൈസയാക്കും. അപ്പൊ വലിയ പൈസക്കാരനാവും. നരേന്ദ്രന് ഒറ്റ ഭാര്യ ഉണ്ടാകുന്ന ഇത്ര പോരെ പൈസക്കാരനായത്. നമുക്ക് 3 ഭാര്യ, അപ്പൊ 3 ഇരട്ടി പൈസക്കാരാവൂലേ? ഇല്ലേ? ആലോചിച്ചോ. നീ വെറുതെ വേണ്ടാത്തോടത്ത് അച്ചാറ് തേക്കാൻ നിക്കണ്ട. അതെ, വേറൊരു കാര്യം കേട്ടോ, ഓൻ പറഞ്ഞിരിക്കും ഒരു കാര്യം തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് അലഞ്ഞു തിരിയണ സമയം അവരെയും കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, അച്ചാറ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതുമാതിരി ചെയ്താല് നമുക്കൊരു ഇടനേരത്തുള്ളൊരു വർക്കായാൽ എന്തെങ്കിലും കായ് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് ചെയ്യാച്ചാ പിന്നെ അച്ചാറിനല്ലേ? എന്തെങ്കിലും ചെയ്യാച്ചാലും നല്ല അച്ചാറിനല്ലേ? ഇപ്പൊ ഓർക്ക് ഇതൊക്കെ ചെയ്യാച്ചെങ്കിൽ ഇപ്പൊ എന്താണ് നമുക്ക് ചെയ്താല്? ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ അച്ചാറ് കമ്പനി കൊണ്ട് തന്നെയല്ലേ അവൻ ഇത്രയും വലിയ ആളായത്. നമ്മള് തുടങ്ങിയാണെങ്കിൽ ഇവൻ പോണ ബാറിലേക്ക് കൊടുത്താൽ മതി, ടച്ചപ്പായിട്ട് കൊടുക്കാൻ അല്ലേ? നല്ല സാധ്യത ഉണ്ട്. ആനക്ക് നല്ല കച്ചവടം ഉണ്ടാവും. ഇജ്ജ് ഇടക്ക് പോണല്ലേ? ഇപ്പൊ നമ്മ തുടങ്ങണ അച്ചാർ കമ്പനിയിലുണ്ടല്ലോ. തുടങ്ങി കമ്പനി തുടങ്ങിയോ? അല്ല വേണ്ടേ? ഇപ്പൊ നമ്മൾ അച്ചാർ കമ്പനി തുടങ്ങിയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ഫോം ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അവരോട് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ. നമ്മൾ ഈ സാധാരണ പല കാര്യങ്ങളും അവരോട് പോയി പറഞ്ഞ് അനുവാദം മേടിച്ച് തുടങ്ങി എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ പോയി നമ്മൾ ഈ തലങ്ങണി മന്ത്രം പോലെ പറഞ്ഞാൽ ഇവര് നമ്മളെ വിശ്വസിക്കൂല, അറിയില്ല. നമ്മൾ ഈ ഫോം ചെയ്യണ അച്ചാർ കമ്പനിനെ കുറിച്ച് വളരെ ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം. ഒരു ഗൗരവം ഉണ്ടാകണം. ഫാമിലി മീറ്റ് വിളിച്ചിട്ട് ഒരു അധ്യക്ഷൻ ഒരു സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മളുടെ കാഴ്ചപ്പാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. 2 ഗുണം, നമുക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പുറത്ത് പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗ്യരാണെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും.
എന്ത് നടന്ന തിരക്കടൊന്നുമില്ല.